ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അവൻ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യേശുവാണ് ലോകത്തിന് പ്രകാശം. അന്ധകാരത്തിന് വഴിയിലൂടെ നടക്കുന്ന ഏവർക്കും പ്രകാശം ലഭിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരുവനുണ്ട്. അവൻ നമ്മുടെ ദൈവമായ യേശുവാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അവൻ വീണ്ടും അവരോട് പറഞ്ഞു എന്നാണ് നമ്മൾ വായിച്ചത്. അവനെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഫരിസേയർക്കും മറ്റു യഹൂദജനത്തിനും അവൻ്റെ വാക്കുകൾ കഠിനമായിരുന്നു. നീ നിന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ മാനുഷ്യമായി വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. അഥവാ ഞാൻ വിധിച്ചാൽ അത് സത്യവുമാണ്. കാരണം നിങ്ങൾ എന്നെയോ എൻ്റെ പിതാവിനെ അറിയുന്നില്ല. എന്നോടൊപ്പം എൻ്റെ പിതാവുമുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ തന്നെ അത് സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ വീണ്ടുമുള്ള ചോദ്യത്തിന് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അറിയുന്നില്ല, അതുകൊണ്ട് എൻ്റെ പിതാവിനെയും അറിയുന്നില്ല. അപ്പോൾ പിതാവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈശോയെ പൂർണ്ണമായും അറിയേണ്ടിയിരിക്കുന്നു. ഈശോയുടെ കൂടെ പിതാവുണ്ട്. എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ഈശോയുടെ വാക്കുകൾ നമ്മൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. നമ്മൾ ഈശോയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ, വെളിച്ചം വന്ന ഈശോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ, ഈശോയെ മാത്രമല്ല, ഈശോയും പിതാവും അവരുടെ ദൈവമായ അവരുടെ ആത്മാവായ പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. വചനം നമ്മുടെ ജീവിതത്തിന് പ്രകാശവും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.